നിങ്ങൾ ദേവിയെ തന്നെ വിമർശിക്കരുത്. 10 വർഷം മുൻപ് ആത്മഹത്യ ചെയ്ത പോയ ആളിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോ നിന്നോട് ഇന്ന് രാവിലെ ദൂത് പറയാനുണ്ട്. നീ ഭയങ്കര സങ്കടത്തിലാണ്. ആത്മഹത്യയുടെ പിൻബലമാണ് വീട്ടിൽ കിടക്കുന്ന ഈ ശക്തികളെല്ലാം. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ആത്മഹത്യയുടെ സ്പിരിറ്റ് പൊട്ടിപ്പോകാൻ പോവാ. പറയുക, അടുത്ത വർഷം ഈ സമയത്ത് ദൈവം നിനക്ക് തലമുറയെ തരാൻ പോവാ. നീ മുങ്ങോ? നീയോ നിന്റെ കുടുംബമോ മുങ്ങത്തില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോ നിന്നോട് ഇന്ന് രാവിലെ ദൂത് പറയാനുണ്ട്. നീ ഭയങ്കര സങ്കടത്തില്ല. ഈ യോഗത്തിൽ വന്നിരിക്കുന്നത് കർത്താവിനോട് പറയുക, നീയോ നിന്റെ തലമുറയോ നിന്റെ കുടുംബമോ മുങ്ങിപ്പോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ബിസിനസ്സിൽ അവളെ ഒന്ന് പിടിച്ചോ, അവിടെ മേലെ ശക്തി വ്യാപരിക്കുക. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാം. കൂടാലും വന്നിട്ടുണ്ടോ മോനെ? നീളമുണ്ടോ? അമ്മ നമ്മളൊന്ന് ഇറങ്ങി വാ. മോളെ അമ്മയോട് ഇറങ്ങി വാ. മോളെ, നിന്റെ അകത്തൊരു ഭയങ്കര സങ്കടമുണ്ട്. നീ ആ ഒരു സങ്കടം കൊണ്ടാണ് ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ വന്നിട്ടുള്ളത്. പരിശുദ്ധാത്മാവെന്നോട് പറയുക, ഈ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം ദൈവം തരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് മോളെ, നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാനോട് പറഞ്ഞു നിന്നെ വിളിക്കണമെന്ന്. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആദ്യം കല്യാണം കഴിച്ച ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോയി. എത്ര വർഷം മുമ്പ്? 2 വർഷം മുൻപ്. കുഞ്ഞ്, നിന്റെ കുടുംബത്തിനകത്തൊരു ശാപം നിപ്പുണ്ട്. അമ്മയുടെ പേരെന്തുവാ? ലിജ. ഞാൻ ദൂത് പറയട്ടെ. എത്ര മക്കളാ മൊത്തം? 2 പേര്. ഇവളും ഇവിടെ അനിയത്തി ഇറങ്ങിപ്പോയി. 16-ാമത്തെ വയസ്സിൽ പോയി, പിന്നെ 18-ാമത്തെ വയസ്സിൽ പോയി. ഇങ്ങനല്ലയോ? ആണ്. ഇവള് കല്യാണം കഴിച്ചു, അവിടെ ഭർത്താവ് ഇട്ടിട്ട് പോയി. ഇവിടെ അച്ഛൻ മരിച്ചു പോയി. മോളെ, ഈ വീടിനകത്തൊരു ആത്മഹത്യ നടന്നില്ലേ? ആത്മഹത്യയുടെ പിൻബലമാണ് വീട്ടിൽ കിടക്കുന്ന ഈ ശക്തികളെല്ലാം. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ആത്മഹത്യയുടെ സ്പിരിറ്റ് പൊട്ടിപ്പോകാൻ പോവാ. കൈയടിക്കാൻ പറ്റുന്ന സകല ആളുകളും ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും ഈ രാവിലെ യേശുവേ എന്ന് വിളിച്ച് കർത്താവിന് ഈ മോളെ, ഈ ആത്മഹത്യ ചെയ്ത ആള് എത്ര വർഷം മുമ്പ് ആത്മഹത്യ ചെയ്താ? 10 വർഷം മുമ്പ്. ഈ ശരിക്കും പുള്ളി തൂങ്ങിച്ചത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ കേൾക്കുന്നുണ്ടോ ഈ കാര്യം? 10 വർഷം മുമ്പ് തൂങ്ങി മരിച്ച ആളാ. ഇവളെ അലട്ടുന്നുണ്ട് ആ ശക്തി. നിങ്ങൾ കേൾക്കുന്നോ? ഇവിടെ കണ്ണിന്റെ മുമ്പിൽ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളുകളൊന്ന് പ്രാർത്ഥിച്ച് യേശുവേ എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ച് ആദരം തുറന്ന് യേശുവേ എന്നൊന്ന് പ്രവിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഈ രാവിലത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ഇത് ഇങ്ങനെ അഴിഞ്ഞു വരികയല്ല. യേശുവിന്റെ നാമത്തിൽ ഇത് കീഴടങ്ങാൻ വേണ്ടി പോവുക. ഈ മോളിന്ന് രാവിലത്തെ ആരാധന വിടുവിക്കപ്പെടാൻ പോവാ. അവിടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി പോവാ. ആത്മഹത്യ ചെയ്ത ആളിന്റെ പേരെന്തുവാ? അജി. അമ്മയ്ക്കറിയാം. നിങ്ങള് ദേവിയെ തന്നെ വിമർശിക്കരുത്. ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്നോട് വിമർശനം ഉണ്ടാകുന്നത്. ഈ അമ്മ തന്നെ അനുഭവം അമ്മ എന്തുവാ അന്ന് അനുഭവിച്ചേ? ഒരിക്കൽ വന്ന് എൻ്റെ തൊണ്ടയിലൊന്ന് ഇങ്ങനെ പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ട് ഭയങ്കരത്തിൽ സൗണ്ട് ഉണ്ടാക്കി. വെളിയിലുള്ളവരൊക്കെ വിചാരിച്ച് എന്തോ കൊമ്പ് ഒന്ന് ഒടിഞ്ഞ് വീഴുന്നതായിട്ടാണ് കണ്ടത്. ഒരു പഴയ വീടായിരുന്നു. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 10 വർഷം മുൻപ് ആത്മഹത്യ ചെയ്ത പോയ ആളിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ആ വീട്ടിൽ നിന്ന് ശക്തി പൊട്ടിപ്പോകാൻ തുടങ്ങുക. നിങ്ങളെ കൈയൊന്നടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ
അല്പം മിനിറ്റുകൾ യേശുവേ എന്നൊന്ന് വിളിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന നിനക്ക് ഇപ്പൊ ഈ രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞാൻ നിന്നോട് ദൂത് പറഞ്ഞു, പ്രഗ്നന്റ് ആയി അല്ലേ? എത്ര മാസം പ്രഗ്നന്റ് ആയി? 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ അത് അബോഷനായി പോയി കേട്ടോ. ഈ വന്ന ശക്തി അത് അബോഷനാക്കിക്കൊണ്ട് പോയാ. പക്ഷെ ദൂത് ഞാൻ പറയുക, അടുത്ത വർഷം ഈ സമയത്ത് ദൈവം നിനക്ക് തലമുറയെ തരാൻ പോവാ. നിങ്ങളൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ യേശുവേ മുറക്കെ ഒന്ന് വിളിച്ചോ. ഈ രാവിലെ പ്രവനാത്മാവ് ഞാൻ പറയുന്നു, ഇവിടെ വീട്ടിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ ശക്തികൾ സംഭവിക്കാൻ വേണ്ടി പോകുക. യേശുവിന്റെ മഹത്വം ഈ കുടുംബത്തിനകത്ത് നിന്ന് രാവിലെ വ്യാപരിക്കാൻ തുടങ്ങുക. മോളെ, നിനക്ക് ദൈവം തരുന്ന തലമുറ യേശുവിന് കൊടുക്കണം. യേശുവിന് കൊടുക്കണം. യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? യേശുവിന് ജീവിക്കണം. ഒരു പോലീസ് കേസ് വരും നിന്റെ മുമ്പിൽ. അവളെ ശരിക്കും ഞാൻ എൻ്റെ കൺമുമ്പിൽ ഈ ഒരു വെളിപ്പാട്, നിന്നോട് ഞാനിപ്പോൾ കാതിൽ പറഞ്ഞ ഈ വെളിപ്പാടാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നോട് പരിശുദ്ധാത്മാവാൻ ദൈവം പറഞ്ഞു, ഇന്ന് രാവിലത്തെ ആരാധനയിൽ ആ വെല്ലുവിളി ദൈവം പൊട്ടിച്ചു കളയും. സഭയൊന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ അല്പനിമിഷങ്ങൾ ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ഇതിനകത്ത് ഭയങ്കര ദൈവത്തിന്റെ മാരി പെയ്തിറങ്ങുന്ന ഞാൻ കാണുകയാ. എന്റെ വെളിപ്പാടി ഭയങ്കര രോഗസൗഖ്യം നടക്കുന്നു. യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നു. ചില ആളുകളെ എന്നോട് കർത്താവ് പറയുക, ഇവരെ മാത്രമല്ല ചില ആളുകളെ തൊടാൻ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ശക്തമായി വെളിപ്പെട്ടു നിൽക്കുന്നത് ഞാൻ കാണുകയാ. ആ 2 കരങ്ങളും ഒന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും യേശുവേ എന്ന് വിളിച്ച് ഇന്ന് രാവിലെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവ് എന്നോട് പറയുക, നിന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഇന്ന് രാവിലെ യേശു പൊട്ടിച്ചു